കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു മടിയും കൂടാതെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഒരു അലുവയുടെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചവ്വരി അടിച്ചതാണ്. അതായത് നമ്മൾ ഒരു ബൗളിലുള്ള ചവ്വരി ഒരു 2 മണിക്കൂർ വരെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. ആ നെയ്യും ചവ്വരിയും കൂടെ ഒന്ന് ഇളക്കി എടുക്കേണ്ടതാണ്. രണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചൊന്ന് ഇളക്കി എടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് ബീട്രൂട്ട്. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസാണ് നമ്മൾ ഇവിടെ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ആർട്ടിഫിഷ്യൽ കളർ ചേർക്കുന്നതിനേക്കാളും ഇതാണ് നല്ലത്. ഇതാകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ ബീട്രൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡൊക്കെ നന്നായിട്ട് കൂടാനായിട്ട് സഹായിക്കും. അത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ചെറുതായിട്ട് അപ്പം തന്നെ ഒന്ന് കുറുകിയൊന്ന് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയുടെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശർക്കരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് അവരവരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് അവരവരുടെ മധുരത്തിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കും. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് അത്രത്തോളം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയും ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഇത്രയും കൂടെ ഇങ്ങനെ ഇട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തുകൊണ്ടിരിക്കണം. അതായത് അതിങ്ങനെ ഒന്ന് കുറുകി നമുക്ക് കിട്ടണം, അതിനാണ്. ഇനി ഇവിടെ വെള്ളം എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ആ ഒരു പാനിൽ നിന്ന് ഈ ഒരു മിക്സ്ചർ അങ്ങ് ഇങ്ങനെ വിട്ട് വരണം. നമുക്കിങ്ങനെ വിട്ട് കിട്ടണം. ആ ഒരു ഫോമിലേക്കാണ് നമുക്ക് ഈ അലുവയുടെ ഇത് കിട്ടേണ്ടത്. അപ്പോൾ അതിന് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തുകൊണ്ടിരിക്കുക. നമുക്കതിങ്ങനെ വിട്ട് കിട്ടുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഏലക്ക മാത്രമല്ല, ഇവിടെ കുറച്ച് പഞ്ചസാരയും കൂടി ഉണ്ട്. കാരണം ഏലക്ക മാത്രമായിട്ട് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമുക്കത് പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അല്പം പഞ്ചസാര കൂടെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഏലക്കയും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്തതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി എടുത്തുകൊണ്ടിരിക്കുക. അത് പാനിൽ നിന്ന് നമുക്കിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ, അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. നമുക്ക് അത് നല്ലൊരു ഫോമിൽ കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് കാഷ്യൂസ് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് ആ ഒരു ടേസ്റ്റിന് നല്ലതാണ്. പിന്നെ ഇവിടെ ഇപ്പം ചവ്വരി ആണെങ്കിലും നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തെങ്കിലും അത് കംപ്ലീറ്റ് അങ്ങനെ ലൂസ് ഫോമിലല്ല. അതായത് നമ്മൾ ഈ അലുവയായിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പലർക്കും അങ്ങനെ ഇഷ്ടമാണല്ലോ, ഒരു നമ്മളിങ്ങനെ കഴിക്കുന്നതിനിടയിൽ ഒരു ചെറുതായിട്ട് ഇങ്ങനെ കടിച്ച് നമുക്കിങ്ങനെ കിട്ടുന്നത്. അലുവയുടെ ആ ഒരു ഫോം നമുക്കത് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. നന്നായിട്ട് ആ പാനിൽ നിന്ന് വെട്ടി വരുന്നുണ്ട്. അപ്പം നമുക്കത് കിട്ടിക്കഴിഞ്ഞു. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുവാണല്ലോ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതൊന്ന് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കരിയാതെ നോക്കിയേക്കണം, അടിയിൽ പിടിക്കാതെ നോക്കിയേക്കണം. അവിടുത്തെ അലുവ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് അതിലേക്ക് അലുവ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഫോമിൽ, ആ ഒരു ജെല്ലി ആ ഒരു ടൈപ്പ് ഫോമിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഏത് ഇഷ്ടമുള്ള ഫാഷനിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. കാരണം അവർക്ക് ടേസ്റ്റും ഇഷ്ടപ്പെടും. ഒപ്പം തന്നെ ഇതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. കാരണം നെയ്യ്, പിന്നെ ബീട്രൂട്ട്, ചവരി എന്നൊക്കെ പറയുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം അവർക്ക് ടേസ്റ്റിയോടെ കൊടുക്കുകയും ചെയ്യാം. ഹെൽത്തിയോ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ചും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.